എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോടെ നിഴലായ നിത്യസഹായം മാതാവെന്നും കൂടി നിന്നു. മാതാവിൻ ചിത്രമുള്ളൊത്തരിയം അമ്മച്ചി അന്നെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. പ്രാർത്ഥനയോടെ പാടാം. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുന്നിൽ തിരിവച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നോടെ നിഴലായ നിത്യസഹായം മാതാവെന്നും കൂടി നിന്നു. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നന്നായിരിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മേ, പ്രിയമക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും അമ്മ കാത്തു സംരക്ഷിക്കണമേ. ഒരമ്മയുടെ മാതൃവാത്സല്യത്തിൻ്റെ സ്നേഹവും കരുതലും ഞങ്ങളിലേക്ക് അമ്മ ചൊരിയണമേ. അമ്മ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ ഈശോയെ സ്വീകരിക്കണമേ. പ്രത്യേകമായി ഇന്നിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ഞങ്ങളുടെ ജീവിത ഉദ്യമ മേഖലകളെല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അനന്തമായ കൃപയിലേക്ക് പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ചേർത്ത് നിർത്തണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അമ്മയെ നയിക്കണമേ. പ്രാർത്ഥനയോടെ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേതം ശുശ്രൂഷ അതിൻ്റെ ആദ്യഘട്ടം പിന്നിട്ട് 13-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നാം അനുഭവിക്കുന്നുണ്ട്. അമ്മ നമ്മുടെ കൂടെയുണ്ട്. ആരംഭത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 4 ഘട്ടങ്ങളായിട്ടാണ് വിമല സങ്കേതം ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആരംഭഘട്ടത്തിൽ ലോകാരൂപിയിൽ നിന്നുള്ള മോചനം, നമ്മുടെ ജീവിതത്തിൻ്റെ പാപമേഖലകളെക്കുറിച്ച്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത് എങ്ങനെയെന്ന് നാം കാണുകയുണ്ടായി. അതിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ നാം ഇന്നലെ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു അല്ലേ? എല്ലാവരും കുമ്പസാരമൊക്കെ നടത്തിയല്ലോ അല്ലേ? ഇനി ഇന്നലെ സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് സാധിക്കുന്നത് പോലെ എല്ലാവരും നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് ചൊരിയുന്നത്. 2-ാം ഘട്ടത്തിൽ 13-ാം ദിനം മുതൽ 7 ദിനങ്ങൾ, ഈ 7 ദിനങ്ങളിൽ നമ്മുടെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു ഘട്ടം, നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ കുറവുകളെ, ബലഹീനതകളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ജീവിതത്തിൽ എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ച് നാം ധ്യാനിച്ചു പോകുന്ന രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൻ്റെ അവസാന ദിവസം കുമ്പസാരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട തുറവിയുള്ള ഹൃദയത്തിൽ ഒരുക്കപ്പെട്ട നിലത്തിൽ നല്ല വിത്ത് പോലെ തമ്പുരാൻ്റെ വചനം നാം സ്വീകരിക്കുമ്പോൾ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം നൽകുവാൻ പാകത്തിന് തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നല്ലൊരു കുമ്പസാരം നടത്തണമെന്ന് ഇന്നലെ നമ്മുടെ ശുശ്രൂഷയിലൂടെ നമ്മൾ കാണുകയും ശ്രവിക്കുകയും ചെയ്തത്. അതോടൊപ്പം ആരെങ്കിലുമൊക്കെ അച്ഛൻ വീണ്ടും ആവർത്തിക്കുന്ന ഇതാണ്, വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലാണ് തമ്പുരാൻ്റെ വചനത്തിൻ്റെ നിറവുണ്ടാകുന്നത്, അഭിഷേകം ഉണ്ടാകുന്നത്, പരിശുദ്ധി അമ്മയും നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. നിർമ്മലമാക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ പാകത്തിന് ഒരുക്കമുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇന്നലെ കുമ്പസാരിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ജീവിതത്തെ വിശുദ്ധീകരിക്കണം. ശ്രവിച്ച വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാവുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പറയും. അപ്പോൾ എൻ്റെ ബലഹീനമായ ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്നുള്ള പൂർണ്ണമായ ആഴമായ വിശ്വാസം, ജീവിതത്തിൽ കുറവുകളും തകർച്ചകളും വീഴ്ചകളും ബലഹീനതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള വഴിയാണത്. കാരണം ദൈവം ആരെയും തള്ളിക്കളയുന്നവനല്ല, ആരെയും ഉപേക്ഷിക്കുന്നവനല്ല. കാരണം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-26 തിരുവചനം ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ജീവശ്വാസമാണ് നമ്മിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ 2-7 തിരുവചനം ദൈവമായ കർത്താവ് ഭൂമിയിൽ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പം നമുക്ക് ജീവൻ നൽകിയത് ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവത്തിൻ്റെ ചൈതന്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ചൈതന്യവും ഉള്ളവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ബലഹീനതയിൽ ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ദൈവീക ചൈതന്യം കുടികൊള്ളുന്ന ഒരു വ്യക്തി പോലും ജീവിതത്തിൽ സങ്കടപ്പെടുവാനും വേദനിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. റോമാലേഖനം 8-26 തിരുവചനത്തിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുന്ന തമ്പുരാൻ്റെ വലിയൊരു അഭിഷേക വചനം, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നു. വീണ്ടും ജെറമിയ 33:3 നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് എളുപ്പമുള്ളതാണ്. 333 ഓർത്താൽ മതി, ഇടയ്ക്ക് 2 കുത്തും. ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ ഒരിക്കലും കൈവെടിയുന്നവനല്ല. നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ കുറവുകളിൽ നമ്മളോട് ചേർന്ന് നിൽക്കും, നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മെ ഒരിക്കലും അകറ്റി നിർത്തുകയില്ല, ചേർത്ത് നിർത്തുന്നവനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മലബാറിലെ താമരശ്ശേരി രൂപതയിലാണ് എൻ്റെ വീട്. വീട്ടിൽ ഞങ്ങൾ പപ്പയും അമ്മയും, ഞങ്ങൾ 3 മക്കളാണ്, ചേട്ടനും ചേച്ചിയും ഞാനും. കുഞ്ഞുനാൾ തൊട്ട് വൈദികനാകണമെന്നൊരാഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അന്ന് ആരൊക്കെ ചോദിച്ചാലും പറയും ഞാൻ അച്ഛനാകാൻ പോവുക. 10ാം ക്ലാസ് കഴിയുമ്പം എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും അച്ഛനാകാൻ പോകും. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ അച്ഛനാകാനായിട്ട് പോയി. അപ്പോൾ പിന്നെ എൻ്റെ ഉത്തരം
ചെറിയൊരു സംശയത്തിലേക്ക് വന്നു. കാരണം ഇനി ചേച്ചിയാണ് ഉള്ളത്, അപ്പനെ അമ്മേനെയൊക്കെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. എൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടില്ല. ഞാൻ പെങ്ങളോട് ചോദിച്ചു, മോളെ ചേച്ചി നീ ആ പപ്പേനെയും അമ്മേനെയും നീ നോക്കൂ, ഞാൻ അച്ഛനാകാൻ പൊക്കോട്ടെ. എന്നേക്കാൾ മിടുക്കിയായി അവൾ പറഞ്ഞിടാ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും ഉണ്ടാകും, ഞാൻ അവരെ നോക്കണ്ടേ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയില്ല. ഞാൻ +2 കഴിഞ്ഞ് പപ്പയുടെയും അമ്മയുടെയും അനുവാദത്തോടു കൂടി അച്ഛനാകാനായിട്ട് പോയി. ഇപ്പം വീട്ടിൽ ദേവാലയത്തിലെന്നും പോകുന്നത് കൊണ്ട് കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ കാണാപ്പാടമായിരുന്നു. ശുശ്രൂഷ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാപ്പാടമായിരുന്നു. സെമിനാരിയിലെത്തിയപ്പം വളരെ സന്തോഷമായിരുന്നു. എല്ലാവരോടും നല്ല കൂട്ടൊക്കെ കൂടി സെമിനാരിയിലെ കാര്യങ്ങളൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നതിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, എനിക്കിങ്ങനെ സ്റ്റേജിലൊക്കെ കയറി നിൽക്കാൻ ഭയങ്കര പേടിയാണ്. സ്റ്റേജിൽ കയറി നിൽക്കാൻ പേടി മാത്രമല്ല, സ്റ്റേജിൽ കയറി നിന്ന് ഞാൻ എന്തെങ്കിലും വായിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ മൊത്തം ഇരുട്ട് കയറുന്നൊരവസ്ഥയാണ്. ഒന്നും വായിക്കാൻ പറ്റില്ല. എനിക്ക് വിക്ക് വരുമായിരുന്നു, സ്റ്റാമറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ സെമിനാരിയിലെ ആദ്യ വർഷം ആൾത്താരയിലൊക്കെ കയറുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. കാരണം കാറോസസ പ്രാർത്ഥനകളൊക്കെ ഒരു പരിധി വരെ കാണാതെ അറിയാം. പിന്നെ നമ്മുടെ കൂടെയുള്ള ബ്രദേഴ്സ് ജമാച്ചന്മാരോട് പറയും നിങ്ങൾ ലേഖനം വായിക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ വായനകളൊന്നും ഞാൻ വായിക്കാതെയും മറ്റുമായി ഫസ്റ്റ് ഇയറൊക്കെ മെല്ലെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നോവഷേറ്റിലെത്തി. നോവഷേറ്റിൽ ആയിരിക്കുന്ന സമയം, അപ്പം ഞാൻ നോവഷേറ്റിലായിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഞാൻ വിൻസെൻഷ്യൻ സഭയിലെ അംഗമാകാൻ പോവുകയാണ്. ഈശോയുടെ അൾത്താരയിൽ പുരോഹിതനായി ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പങ്കുവെച്ച് കൊടുക്കണം. കർത്താവേ, അതിനായി എൻ്റെ ഈ സ്റ്റാമറിങ്, എൻ്റെ ഈ വിക്ക് നീ എടുത്തു മാറ്റണം. ഇനി ഞാൻ മാറി നിന്നിട്ട് കാര്യമില്ല, ഇതെല്ലാം ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നോവിഷ്യേറ്റ് മുതൽ എന്നെ ഏൽപ്പിക്കപ്പെടുന്ന വായനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തുടങ്ങി. വായനയുമായിട്ട് ബന്ധപ്പെട്ട ബൈബിൾ വായനകൾ, വിശുദ്ധരുടെ വായനകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വായനകളും ഞാൻ ഏറ്റെടുക്കുന്നു. പ്രിയമുള്ളവർ, ഈ വായന ഏറ്റെടുക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനാണ്. കാരണം വായിച്ചു കഴിയുമ്പോൾ വാക്കുകൾ കിട്ടില്ല, സിമ്പിൾ വാക്കുകളായിരിക്കും കിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വാക്കുകൾ പറയാൻ കിട്ടാതെ ഇങ്ങനെ വായും പൊളിച്ച് ചിലപ്പം നിൽക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും ബ്രദേഴ്സും ഒക്കെ ഒരിക്കലും എന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും ഇത് മാറുമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നോവിഷ്യേറ്റ് കഴിഞ്ഞു. ഫിലോസഫിയിലൊക്കെ എത്തുന്ന സമയം, ഫിലോസഫിയിൽ ഞങ്ങൾ 3 ബാച്ചുകാരുണ്ട്. അപ്പോൾ അവിടെ ബാംഗ്ലൂർ ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയം, അവിടെയൊക്കെ ഞങ്ങൾക്ക് ഈ പ്രസംഗമൊക്കെ പറയാൻ കിട്ടുന്നത് മാസത്തിൽ ഒന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ 1-2 അവസരങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ ഓഡിയൻസ് എല്ലാവരും ഉണ്ടാകും. ചമാച്ചന്മാരെല്ലാവരും ഇരിക്കുന്നു, ഞങ്ങളെ പഠിപ്പിക്കുന്ന അച്ഛന്മാർ പ്രൊഫസേഴ്സ് എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മുൻപിൽ നമ്മൾ പ്രസംഗം പറയാൻ പോകുമ്പോൾ അന്നത്തെ കാഴ്ചപ്പാട് ഇംഗ്ലീഷിലാണ് പ്രസംഗമൊക്കെ പറയണത്. ഇപ്പം കടിച്ച പൊട്ടാത്ത വാക്കൊക്കെ പറഞ്ഞാൽ നല്ല പ്രാസംഗികനാണ് എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ കയറിയിരിക്കുന്ന കാലഘട്ടം. അപ്പം ഞാനിങ്ങനെ പ്രസംഗം എഴുതും. ഞങ്ങൾ പ്രസംഗം എഴുതിയാൽ അച്ഛന്മാരുടെ അടുത്ത് പോയി കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ മാസങ്ങൾക്ക് മുൻപ് പ്രസംഗം എഴുതും, അത് അച്ഛൻ്റെ അടുത്ത് പോയി കറക്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ മുറിയിലിരുന്ന് ഇങ്ങനെ പ്രസംഗം വായിച്ചു നോക്കും. അപ്പം ഞാൻ മുറിയിലിരുന്ന് പ്രസംഗം വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചില വാക്കുകൾ കിട്ടില്ല. അപ്പം ഞാൻ ആ വാക്കുകളുടെ അടിയിൽ ചുമന്ന മഷിയും കൊണ്ടോ പച്ച മഷിയും കൊണ്ടോ അതിന് സമാനമായിട്ട് പറയാൻ പറ്റുന്ന പദങ്ങൾ ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ പര്യായ പദങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആ പറഞ്ഞു പോകുമ്പോൾ ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞാൽ കളർഫുള്ളാണ്. അപ്പോൾ ചുമന്ന മഷിയും കൊണ്ട് പല വാക്കുകൾ എഴുതിപ്പം നീലമഷിക്ക് പ്രസംഗം എഴുതിയാൽ അതിൽ ചുമന്ന മഷിയും കൊണ്ടും പച്ച മഷിയും കൊണ്ടൊക്കെ പല വാക്കുകൾ എഴുതി പേപ്പർ നല്ല കളർഫുള്ളാണ്. പ്രിയമുള്ളവരിങ്ങനെ ഒത്തിരി പ്രാക്ടീസ് എടുക്കും, റൂമിലിരുന്ന് ഒത്തിരി പ്രാക്ടീസ് എടുക്കും. അങ്ങനെ പ്രസംഗം പറയാനായിട്ട് സ്റ്റേജിൽ കയറി നിൽക്കും. സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗമൊക്കെ ഇങ്ങോട്ട് ആരംഭിക്കും. നല്ല ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആരംഭിച്ച് പ്രസംഗം ഇങ്ങനെ ടോപ്പ് ഗിയറിലെത്തി നിൽക്കുന്നത്. അതായത് ഒരു പീക്ക് പോയിൻറ്റ്. നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു 5th ഗിയറിൽ നമ്മളൊരു 75-80 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരാൾ വട്ടം ചാടിയാൽ നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും അല്ലേ? അപ്പം എന്നതുപോലെ ഞാനിങ്ങനെ പ്രസംഗം പറഞ്ഞ് അതിന് ടോപ്പിലെത്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ കിട്ടാതെ വായും പൊളിച്ച് നിൽക്കും. പ്രിയമുള്ളവർ, വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളായിരിക്കും, പക്ഷേ എനിക്കത് കിട്ടില്ല.
പറയാൻ പറ്റില്ല. പിന്നെ അല്പനേരമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് പ്രസംഗമൊക്കെ അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വരും. അന്ന് വലിയ സങ്കടമായിരിക്കും. എങ്കിലും പിറ്റേ ദിവസം വരുമ്പോൾ അതൊക്കെ മാറി വീണ്ടും പുതിയ ഉണർവിലേക്ക് വരും. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ, രക്തച്ഛന്മാരൊക്കെ എന്നെ ഒത്തിരിയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്പീച്ച് തെറാപ്പിക്കും കാര്യങ്ങൾക്കൊക്കെ വിട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെമ്മാച്ചന്മാർ ഞാനിങ്ങനെ പ്രസംഗത്തിനോ ബൈബിൾ വായിക്കാനോ ഒക്കെ കയറുമ്പോൾ പറയുമ്പോഴവരെ അവർ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒരു കുഴപ്പമുണ്ടാകല്ലേ, വേഗം ഒന്ന് തീരട്ടെ, ഇത് പെട്ടെന്ന് തീർന്നു പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്നൊക്കെ എന്നോട് അനുഭവങ്ങൾ പങ്കുവെച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒത്തിരി സഹായ സഹകരണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ബലഹീനത മാറിയിട്ടില്ല. ഞാൻ ഓരോ വർഷം മുന്നോട്ട് പോകുന്നു. ഇപ്പം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ദൈവവിളി ഇല്ല എന്നൊക്കെ പോലും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ സ്റ്റാമറിങ് എന്ന് പറയുന്നത്. അങ്ങനെ തിയോളജിയുടെ പഠന കാലഘട്ടം, ഞാൻ ആന്ധ്രയിലാണ് തിയോളജി പഠിച്ചത്. അവിടെ ഞങ്ങൾ മിനിസ്ട്രിക്കൊക്കെ പോകും. ഇപ്പം മിനിസ്ട്രിക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ പ്രസംഗം എഴുതും, കാണാതെ പഠിക്കും, ചിലപ്പോൾ ചില വാക്കുകൾ കിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പട്ടത്തോട് അടുക്കുന്നു. 2015 ഇതാ ഡീക്കനായിരിക്കുന്ന സമയത്തെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് പട്ടം സ്വീകരിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകളായി. പപ്പയൊക്കെയാണ് എല്ലാവരെയും പട്ടത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. അങ്ങനെ ഞാൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്ക് നാട്ടിൽ വരുന്ന സമയം പ്രിയപ്പെട്ട ബന്ധുക്കളെ, തൊട്ടടുത്തുള്ള ബന്ധുക്കളെയൊക്കെ ഒന്ന് പോയി വിളിക്കുന്നു. അപ്പം അങ്ങനെ പട്ടത്തോടടുക്കുന്ന നാളുകളിൽ ഇവരൊക്കെ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പട്ടം സ്വീകരിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠൻ വൈദികനായ എൻ്റെ ഒപ്പം ഉണ്ട്. ചേച്ചി പറഞ്ഞതുപോലെ വിവാഹിതയാണ്. അപ്പം അങ്ങനെ പട്ടം സ്വീകരിക്കുന്ന സമയം താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബഹുമാനപ്പെട്ട റമീജു സിഞ്ചനാനി പിതാവിൻ്റെ പക്കൽ നിന്നും പട്ടം സ്വീകരിച്ച് ഇതാദ്യത്തെ ബലിയർപ്പണത്തിനായി ഞാൻ ഒരുങ്ങുകയാണ്. ആദ്യത്തെ ബലിയർപ്പണത്തിനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ പ്രവേശന ഗീതം പാടുന്നു. അൾത്താരയിലേക്ക് വന്ന് കുമ്പിട്ട് കാഴ്ച സമർപ്പണത്തിൻ്റെ ഓഹരികളൊക്കെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരൊക്കെ കാഴ്ച സമർപ്പണത്തിനായിട്ട് കടന്നു വരുന്നു. അവരൊക്കെ ആശീർവദിച്ച് അവയെല്ലാം സ്വീകരിച്ച് അൾത്താര മുൻപിൽ വെച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ബലിപീഠത്തിൽ വന്ന് നിൽക്കുകയാണ്. പ്രാരംഭഗീതം കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾക്കൊപ്പം കണ്ണുകളടയ്ക്കാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടുമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, നമുക്കൊരു നിമിഷം ഒന്നിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. മൗനമായി ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നോട് പ്രാർത്ഥന ചോദിച്ച ആദ്യ ബലിയിൽ എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാവരുടെ നിയോഗങ്ങൾ ഞാനതൊരു പേപ്പറിൽ എഴുതി കുർബാന പുസ്തകം തക്സയുടെ ആദ്യത്തെ പേജിൽ വച്ചിരിക്കുകയാണ്. ഈശോയെ, എന്നോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരുടെയും നിയോഗങ്ങൾ ഇതാ ഈ തക്സയിൽ വെച്ചിരിക്കുന്നു, നീ അത് സ്വീകരിക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാനിതാ നിൻ്റെ അൾത്താരയിൽ ഒരു പുരോഹിതനായി ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇനി മുതൽ ഞാൻ അൾത്താരയിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ തെറ്റിപ്പോയാൽ, വചനം പങ്കുവയ്ക്കുമ്പോൾ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ, നിനക്കതൊരു കുറവാകും, നീ വേണ്ടത് ചെയ്യണം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ബലിയർപ്പണം 2016 ജനുവരി 1-ാം തീയതി പട്ടം സ്വീകരിച്ച് ബലിയർപ്പിച്ച് ഇന്നിതാ വർഷങ്ങൾ പിന്നിടുമ്പോൾ തമ്പുരാൻ ഇതുവരെ അൾത്താരയിൽ നിന്ന് ദൈവജനത്തോട് വചനം പങ്കുവയ്ക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഈ സ്റ്റാമറിങ് എന്നൊരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടില്ല. എല്ലാ ബലഹീനതകളെയും എടുത്തു മാറ്റുന്ന തമ്പുരാൻ്റെ വലിയൊരു കൃപ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. കേരളത്തിലെ വിവിധ ഇടവകകളിൽ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൂടെ, മറ്റ് ധ്യാന ശുശ്രൂഷകളിലൂടെ തമ്പുരാൻ കൈപിടിച്ച് നയിക്കുമ്പോൾ ഇതാ വചനം ജെറമിയ 33:3, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും പോരായ്മകളുമുള്ള മനുഷ്യരെ, ബലഹീനങ്ങളായ മനുഷ്യ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ പിന്നിട്ട വഴിത്താരകളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജെറമിയ 32:26 തിരുവചനം, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മത്തായിയുടെ സുവിശേഷം
19:26 അതേ വചനം വീണ്ടും ആവർത്തിക്കുന്നു. മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച്, ബലഹീനതകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് പരിതപിക്കേണ്ടവരല്ല നാം ഒരിക്കലും. മറിച്ച് ആ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ അപ്രകാരം തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാ. ദൈവമേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും? എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഇതാ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ ലൂക്കാ 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിന് നിറവ് സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ കൃപ നിറഞ്ഞ ജീവിതമാക്കി മാറ്റി. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയും, എൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ട്, ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീനതയിൽ ആരംഭത്തിൽ പറഞ്ഞ വചനം, നിനക്കെൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. തമ്പുരാൻ തൻ്റെ സ്നേഹന്മാരെ വിളിച്ചു, 12 പേരെ വിളിച്ചു. ജീവിതത്തിൽ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഒത്തിരി കുറവുകളുള്ളവർ, പോരായ്മകളുള്ളവർ, ബലഹീനതകളുള്ളവർ, പക്ഷേ ബലഹീനങ്ങളായ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ ദൈവം വിളിക്കുന്നു, ദാവീദിനെ വിളിക്കുന്നു, മോശയെ വിളിക്കുന്നു. ഇതാ കുറവുകളുള്ളവരെ മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് സംസാര പാഠവുമില്ല. തമ്പുരാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിനക്ക് സഹായകനെ അയക്കും. ദാവീദ് പറഞ്ഞു, ദാവീദിൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ ഇളയ മകൻ അവനൊരാട്ടിടയനാണ്, അവൻ വളരെ ചെറുതാണ്. പ്രിയമുള്ളവരെ, ദൈവം അവനെയാണ് തിരഞ്ഞെടുത്തത്. പ്രവാചകനോട് പറഞ്ഞു, അവനെ അഭിഷേകം ചെയ്യുക. ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതകൾ കൃപകളാക്കി മാറ്റുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ കാഴ്ചകൾ അങ്ങനെയാണ്. മനുഷ്യൻ്റെ കാഴ്ചകൾക്കപ്പുറത്ത് കാണുവാൻ പറ്റുന്ന ദൈവത്തിൻ്റെ ആത്മീയ നയനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിൽ അടിപതറാതെ, ബലഹീനതകളിൽ പരാജയപ്പെടാതെ, ബലഹീനതകളിൽ നിരാശപ്പെട്ട് ജീവിതത്തെ പതനങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് നയിക്കാതെ പ്രത്യാശയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്ന, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലും പരിശുദ്ധ അമ്മ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ മകനെ, ആ മകളെ ചേർത്ത് നയിക്കും എന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ആരെയും പരിശുദ്ധ അമ്മ ഉപേക്ഷിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ നിറവിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുകയാണ് ഈ വിമല സങ്കേതം എന്ന ശുശ്രൂഷയിലൂടെ. കാരണം പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ദിനങ്ങളിൽ മാത്രമല്ല, പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ കൂടെയുള്ളവളാണ്. കാനായിലെ ഭവനത്തിൽ നോക്കിക്കേ, വലിയൊരു സങ്കടത്തിൽ നിന്ന്, വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇതാ ആ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ഓർക്കുക, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ജീവിതം പരിശുദ്ധ അമ്മ പാപത്തിൻ്റെ ബന്ധനങ്ങളിലേക്ക്, തിന്മയുടെ മേഖലകളിലേക്ക്, പതനങ്ങളിലേക്ക് തള്ളിക്കളയുവാൻ അനുവദിക്കുകയില്ല. മറിച്ച് കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവം, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിൽ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. തളരേണ്ടവരല്ല, തളരുന്നവർക്ക് കരുത്തു പകരുവാനായി ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിൻ്റെ കരം പിടിക്കാം. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആരെയും തള്ളിക്കളയുകയില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം, ചേർത്ത് വയ്ക്കാം. ഒരിക്കലും പരാജയത്തിൻ്റെ കണ്ണുനീർ ചൂടേണ്ടവരല്ല നമ്മൾ, മറിച്ച് ബലഹീനതയിൽ അവയെ ബലമാക്കി മാറ്റുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ കരം പിടിച്ച് സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണുനീർ പൊഴിക്കേണ്ടവരാണ് നാം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാം. കരങ്ങൾക്കൊപ്പം കണ്ണുകൾ അടയ്ക്കാം.
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഇന്നിൻ്റെ നിയോഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ബലഹീനതകളെ, കുറവുകളെ, പോരായ്മകളെ ഈശോയുടെ സന്നിധിയിലേക്ക് അമ്മ വഴിയായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഏതെല്ലാമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബലഹീനതകൾ, എൻ്റെ കുറവുകൾ? അതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട, പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. അമ്മ ഈശോയ്ക്ക് അത് സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. എൻ്റെ ബലഹീനതയെ, കുറവുകളെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്. കാരണം ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ലുക്ക 1:37 തിരുവചനം, മത്തായിയുടെ സുവിശേഷം 19:26 തിരുവചനം, ജെറമ്യാ പ്രവചനം 32:26 തിരുവചനം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാ. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ബലഹീനതകളിൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് ഇന്നത്തെ പ്രവൃത്തിയായി 3 എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ടാകും. ബലഹീനതയിൽ നമുക്ക് കരുത്തായി കാനായിലെ ഭവനത്തിലെന്നതുപോലെ അമ്മ കൂടെയുണ്ട്. ആ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഏറ്റവും അഭിഷേകത്തോടെ, പ്രത്യാശയോടെ നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ദ്വികാരുണ്യശ്രയെ നമുക്ക് നോക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനായി, നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുവാനായി കടന്നു വന്നിരിക്കുന്നവൻ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എൻ്റെ ജീവിതത്തെ, എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ ഹിതം, നിൻ്റെ തിരുവിഷ്ടം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരികളോട് ചേരാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ നിന്റെ ഹിതത്തിൻ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട്
ആരാധിച്ചുകൊണ്ട് ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. കൊണ്ട് സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധിച്ചുകൊണ്ട് പാടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടി. ആരാധന ആരാധന. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനതകളിൽ, കുറവുകളിൽ, വീഴ്ചകളിൽ ഞങ്ങളെ താങ്ങുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യീശോയുടെ സന്നിധിയിലായിരിക്കുക. ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനായി മനുഷ്യനായി അവതരിച്ചവൻ ഞങ്ങൾക്ക് രക്ഷ പകർന്നു നൽകി വീണ്ടും ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അപ്പമായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ കുറവുകളിൽ, ഞങ്ങളുടെ വീഴ്ചകളിൽ, ഞങ്ങളുടെ പോരായ്മകളിൽ ഞങ്ങൾക്ക് താങ്ങാകുന്ന നല്ല ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 2ാം ഘട്ടത്തിൻ്റെ ആദ്യ ദിനം, ഈ 13ാം ദിനത്തിൽ കർത്താവെ, ഞങ്ങളുടെ വീഴ്ചകളെയും ബലഹീനതകളെയും കുറവുകളെയും പോരായ്മകളെയും ഒക്കെ അങ്ങ് കാണിച്ചു തരുന്നുണ്ടല്ലോ. അതിനുമപ്പുറമായി ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2ാം ലേഖനം 12ാം അധ്യായത്തിൻ്റെ 9ാം തിരുവചനത്തിലൂടെ, എന്തെന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ ശാന്തമായിട്ടൊന്ന് അടയ്ക്കാം. നമ്മുടെ ബലഹീനതയിൽ ബലമേകുന്ന ബലവാനായ ദൈവത്തോട് അവിടുത്തെ കൃപയും കാരുണ്യവും യാചിച്ചുകൊണ്ട് ഈ വരികൾ നമുക്കൊന്ന് കേൾക്കാം. ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വെച്ചൊന്ന് പാടാം. ബലഹീനതയിൽ ബലമേകുന്ന ബലവാനായ ദൈവമേ, നിൻ്റെ കൃപ മതി, നിൻ്റെ കൃപ മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹപൂരിതമാകുവാൻ. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. നിന്റെ കൃപയാലേ കൃപയാ
ബലഹീനതയിൽ ബലമേകുന്ന ബലവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തമായി നമുക്കിരിക്കാം. ഇരുകരങ്ങളും മടിയിൽ തുറന്നു വെച്ച് ആ കർത്താവിനെ നോക്കുമ്പോൾ, പ്രിയ മകനെ, പ്രിയ മകളെ, നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും നിൻ്റെ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. നിൻ്റെ കുറവുകളെ നിറവുകളാക്കുവാൻ കഴിവുള്ള നിൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് നിൻ്റെ ജീവിതത്തെ നീ ചേർത്ത് വയ്ക്കുമ്പോൾ, ഇതാ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് തൻ്റെ ജീവശ്വാസം നിന്നിലേക്ക് നിശ്വസിച്ചുകൊണ്ട് ജീവൻ നൽകിയ നിൻ്റെ ജീവിതം കൃപയുള്ളതായിത്തീരും, അഭിഷേകമുള്ളതായിത്തീരും. നമ്മുടെ കൊച്ചു കൊച്ചു കുറവുകളെ ഓർത്ത്, ബലഹീനതകളെ ഓർത്ത് പരാതിപ്പെടേണ്ടവരല്ല. ബലവാനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ കുറവുകളെ ഒന്ന് ചേർത്ത് വെച്ചേ തമ്പുരാൻ ബലം നൽകും. പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. ബലഹീനതയിൽ ബലമേകും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ ചേർന്ന് പാടാം. കൃപയാലേ 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 കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളൊന്ന് അടയ്ക്കുമ്പോൾ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. കർത്താവിനെ വിളിച്ചാൽ മതി. എൻ്റെ കുറവുകളിൽ, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ വീഴ്ചകളിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. ജെറമ്യാ പ്രവചനത്തിലൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നവൻ ആറ്റുതീരത്ത് നട്ടപ്പെട്ട വൃക്ഷം പോലെയാ. അതിൻ്റെ വേരുകൾ ഇതാ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങിയിരിക്കുന്നതിനാൽ അത് ഒരിക്കലും ഉണങ്ങിപ്പോകുന്നില്ല. സദാകാലവും ആ വൃക്ഷങ്ങളിൽ പച്ചപ്പുണ്ടാകും. പ്രിയമുള്ളവരെ, ആഴത്തിൽ വേരൂന്നി നിൽക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തമ്പുരാൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യായുടെ പുസ്തകം 32-ന്റെ 26-ാം തിരുവചനം, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ലൂക്കാ സുവിശേഷം 1:37 ഇതേ വചനം ആവർത്തിക്കപ്പെടുന്നു, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 19:26 മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം ദിവ്യകാരുണ്യശോയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച്, കർത്താവേ, എൻ്റെ ബലഹീനതയിൽ, എൻ്റെ കുറവുകളിൽ നീ എൻ്റെ കൂടെയുണ്ട് എന്ന വലിയൊരു ബോധ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യീശോയേ, 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 ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ബലഹീനതകളിൽ, കുറവുകളിൽ, വീഴ്ചകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവമേ, ജീവിതത്തിൽ പരാജയപ്പെടാതെ പ്രത്യാശയോടെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ദൈവമേ നീ ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഒരു നിമിഷം ഒന്ന് കുപ്പിപ്പിടിക്കാം. കണ്ണുകളെ സ്വന്തമായിട്ടൊന്ന് അടയ്ക്കാം. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ബലഹീനതകളെ ഓർത്ത്,
ഏതെങ്കിലും കുറവുകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ? ഓർക്കണം, തമ്പുരാൻ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? കൂടെയുള്ളവർ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? തമ്പുരാൻ നിന്നെ എടുത്തുയർത്തും. ജനതകൾക്ക് പ്രകാശമായി തമ്പുരാൻ നിൻ്റെ ജീവിതത്തെ മാറ്റും. വിക്കനായിരുന്ന മോശ ഇതാ ഇസ്രായേൽ സമൂഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നേതാവായി. കേവലം ബാലനായിരുന്ന ദാവീദ് ഇസ്രായേലിൻ്റെ സമുന്നതനായ രാജാവായി തീർന്നു. മുക്കുവരായിരുന്ന സ്ലീഹന്മാര് കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ പാകത്തിന് കരുത്തുള്ളവരായി തീർന്നു. മനുഷ്യൻ്റെ ദൃഷ്ടിയല്ല തമ്പുരാൻ്റെ ദൃഷ്ടി. കുറവുകളെ നോക്കുന്ന മനുഷ്യനെ പോലെയല്ല ദൈവം. ആ കുറവുകളെ നിറവുകളാക്കാനുള്ള വഴികൾ അറിയുന്നവനാ. ആ കുറവുകളെ നിറവുകളാക്കുന്നത് പരിശുദ്ധാത്മാവ്. നിന്റെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. നമ്മുടെ സങ്കടങ്ങളെ എടുത്തു മാറ്റും. ദൈവിക ചൈതന്യത്തിലേക്ക്, ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇതാ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പുത്തൻ ഉണർവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാനായി ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവമേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് ആത്മാവിൻ്റെ ചൈതന്യത്തെ പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തോട് നമുക്ക് ചേരാം, പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ കൃപയുള്ളവരാക്കി, അഭിഷേകമുള്ളവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നോക്കിക്കൊണ്ട് പാടിക്കേ. പരിശുദ്ധാത്മാവേ, ആഗ്രഹത്തോടെ പാടിക്കേ. എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നീ എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ. യോർദാൻ നദിയിൽ ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവത്തിൻ്റെ ചൈതന്യമേ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് പുത്തനഭിഷേകമായി, പുതിയൊരു നിറവായി, നിങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ദൈവിക ചൈതന്യമായി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വരികളോട് ചേരാം. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ചേർന്ന് പാടട്ടെ. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോൾ വരദാനങ്ങളുമായി ആഗതനാകണമേ. വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി ചേർന്ന് വിശ്വാസത്തിലുറയ്ക്കാൻ
കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നിറയണമേ. എല്ലാവരും ചേർന്ന് പാടട്ടെ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആവർത്തിച്ച് പാടുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച്, നിറയണമേ. സമൂഹങ്ങൾ ഒന്നിച്ച് പാടട്ടെ. ധ്യാനത്തിന്റെ വരികളോട് ചേർന്ന് പാടട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ഉണർവ് ഒഴുകണമേ. ആവർത്തിച്ച് പാടട്ടെ, ചേർന്ന് പാടട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ. ചേർന്ന് സ്തുതിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട്, അതിരങ്ങളിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട്, ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ച്, ഭാഷാപരമുള്ളവർ അങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിച്ച്, വലിയ കൃപയുടെ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. അതിരം തുറന്ന്, ഹൃദയം തുറന്ന്, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് അൾത്താരയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യയെ നോക്കട്ടെ. ഈ കർത്താവിത ഈ അൾത്താരയിൽ നിന്ന് നിന്റെ കാതുകളിൽ ഇപ്രകാരം പറയുകയാണ്: പ്രിയമകനെ, പ്രിയമകളെ, നിനക്കെൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിന്റെ ബലഹീനതയിൽ, നിന്റെ കുറവുകളിൽ നിനക്കെൻ്റെ കൃപ മതി. ആ കൃപ നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. കർത്താവേ, എൻ്റെ എല്ലാ ബലഹീനതകളെയും നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ കുറവുകളെ, പോരായ്മകളെ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനി ഞാൻ അതിൻ്റെ പേരിൽ പരാതി പറയുകയില്ല, സങ്കടപ്പെടുകയില്ല, മാറി നിൽക്കുകയില്ല. മറിച്ച് ആ ബലഹീനതയെ ബലമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള നിന്നിൽ ഞാൻ വിലയം പ്രാപിക്കും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ മനസ്സിലൊന്നോർക്കാം. ആ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച്, പ്രത്യേകമായി ഈ വിമല സങ്കേത ശുശ്രൂഷയുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഓർക്കുന്നു. അവരുടെ അനവധിയായ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഈശോയുടെ അൾത്താരയിലേക്ക് ഇതാ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ പ്രാർത്ഥനകളെയും, നമ്മുടെ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഏതാനും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നിയോഗങ്ങൾ കൂടെ ഇതാ ഈ അൾത്താരയോട് ചേർക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഓരോ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോ തൊട്ടനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പഠന മേഖലയിൽ ഒത്തിരി അസ്വസ്ഥതകൾ നേരിടുന്ന, ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന നിയോഗമുണ്ട്. പ്രാർത്ഥനയോടെ നമ്മുടെ നിയോഗങ്ങളെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, ഭവനങ്ങളിലും വിദൂരങ്ങളിലുമൊക്കെ തുടർ പഠനങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ പഠന മേഖല അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ മുന്നോട്ടുള്ള ജീവിതം, ഭാവി അനുഗ്രഹിക്കപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രാർത്ഥന സഹായം ഇതാ, നല്ലൊരു വീട് ലഭിക്കുവാനായിട്ട്, കടബാധ്യതകൾ മാറി നല്ലൊരു വീട് കിട്ടുവാനായിട്ടും, ഒപ്പം പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും അവരെ ഭവനത്തോട്, കുടുംബാംഗങ്ങളോട് ചേർത്ത് നിർത്തുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരു നിയോഗം. ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ പലതവണ പരാജയപ്പെട്ടു,
വലിയൊരു വിജയം. കർത്താവെ, പരാജയങ്ങളെ വിജയങ്ങളാക്കി നീ രൂപാന്തരപ്പെടുത്തണമേ. നീ കൂടെ ഉണ്ടാകണമേ. പ്രത്യേകമായിട്ട് ജോലി മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്ന എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുവാനായിട്ട് ഇത് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. പ്രാർത്ഥന നിയോഗത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വിവാഹ തടസ്സം മാറുവാനായിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനാ നിയോഗം, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും മാറുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒത്തിരി യുവജനങ്ങൾ നമുക്കറിയാം, വിവാഹപ്രായം എത്തിയിട്ടും പല കാരണങ്ങൾ കൊണ്ട് വിവാഹം നടക്കുന്നില്ല. ആ മക്കളെയൊക്കെ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ തടസ്സങ്ങളും മാറുവാൻ. പ്രത്യേകിച്ച് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, തോബിയാസിന് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ദൈവം റാഫേൽ മാലാഖയെ കൂട്ടിനയച്ചതുപോലെ ദൈവമേ, നിൻ്റെ മാലാഖയെ ഈ പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് കൂട്ടിനായി അയക്കണമേ. ജീവിതാന്തസ്സിൽ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ ആ സഹോദരിമാരെല്ലാവരും സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്ത ദമ്പതികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് ആ ഭാര്യമാർ, പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളെയും അമ്മയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും പരിശുദ്ധ അമ്മ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഈശോയുടെ പക്കൽ അതൊരു വലിയ നിയോഗമായിട്ട് പരിശുദ്ധ അമ്മ ചേർത്ത് വയ്ക്കും. നമ്മുടെ നിയോഗങ്ങളെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ചേർക്കാം. ഇന്ന് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള നിയോഗങ്ങളൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ ബലഹീനതയിലും കുറവുകളിലുമൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ബലവാനായ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ, വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ തുടർന്നുള്ള ദിനങ്ങളിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കുപ്പി മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ കൃപയൂറുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. ബലഹീനതയിൽ ശക്തി ലഭിക്കുന്നതിന് മാതാവിനോട് ചേർന്ന് 3 എത്രയും ദയുള്ള മാതാവെ ചൊല്ലുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടു കൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.